ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ ശ്രീ രാജഗോപാൽ കമ്മത്തൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ജില്ലകളിൽ 7 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ ശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെയും പല കടകളൊക്കെ തന്നെയും കടയിലൊക്കെ വെള്ളം കയറുന്നു, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ്. എത്ര ദിവസം വരെ ആയിരിക്കും ഈ തുലാവർഷം സജീവമായിട്ടുണ്ടാകുക? ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇന്നും നാളെയും തീരദേശങ്ങളിൽ നല്ല മഴ പെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം മലമ്പ്രദേശങ്ങളിൽ മഴ കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ കാറ്റിന്റെ കുറവുണ്ട്, ശക്തമായ കാറ്റില്ല. അതുകൊണ്ടാണ് ഈ മലമ്പ്രദേശങ്ങളിലേക്ക് ഇത് ചിതറിപ്പോകാത്തത്. ഈ ഇവിടെ തീരദേശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും ഒരു കാരണം കാറ്റിന്റെ കുറവ് തന്നെയാണ്. അപ്പോൾ പല പ്രദേശങ്ങളിലും ശക്തമായ മഴ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നാളത്തെ കൂടെ തുടരും. ഒരു അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു ഫേസ് തുടരും. അതിനുശേഷം നല്ല കുറവുണ്ടാവും മഴയ്ക്ക്. ഈ ഒരു വേളയില് പറഞ്ഞോളൂ. അതെ, ഇതുപോലെ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മഴ, അതാണ് വലിയ ആളുകളെയൊക്കെ ഭയത്തിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാവിലെ പെയ്യുന്ന ഒരു രീതി ആയിരിക്കില്ല രാത്രിയിൽ. പലപ്പോഴും ശക്തമായ ഒരു മഴയൊക്കെ ഉണ്ടാകുക. ഈ മഴവെള്ളപ്പാച്ചിലിനൊക്കെ തന്നെ സാധ്യത ഉണ്ടാകുന്നതൊക്കെ പലപ്പോഴും രാത്രി പെയ്യുന്ന മഴയാണ്. അപ്പോൾ ഈ ഒരു സമയത്തും കരുതി തന്നെ ഇരിക്കേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? മഴവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുള്ള വലിയ മഴകൾക്ക് തൽക്കാലം സാധ്യത കാണുന്നില്ല. പക്ഷെ എന്നിരിക്കലും ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നതുകൊണ്ട് നമുക്ക് കരുതിയിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പൊ ഈ ഫേസിൽ ഇപ്പം ഈ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ വലിയ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മഴ ഉണ്ടാകത്തില്ല. പക്ഷെ തീരദേശങ്ങളിൽ നല്ല മഴ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ല മഴ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നേരത്തെയുള്ള മൺസൂണിന്റെ അത്ര ശക്തമായിരിക്കത്തില്ല. പക്ഷെ എന്നിരിക്കലും കുറച്ച് മഴ മാറി നിന്ന് പെയ്യുന്നത് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് വെള്ളം കയറുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ സമയത്ത്. പിന്നെ മിന്നലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോ 2 രീതിയിലുള്ളതാണ്. കാരണം ഒന്നുകിൽ അറബിക്കടലിലുള്ള സിസ്റ്റം ഉണ്ട്, പിന്നെ നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിന് കാരണമാവുന്ന സിസ്റ്റം ഉണ്ട്. രണ്ടും കൂടി ചേർന്നാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കാലാവസ്ഥയ്ക്ക് നമുക്ക് ഹേതുവായിട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ ഒരു 27-ാം തീയതിയോടുകൂടി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പിന്നെ സൗത്ത് ചൈന കടലിലും ഒരേപോലെ തന്നെ വളരെ വലിയ ന്യൂനമർദ്ദ പ്രദേശങ്ങളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നമുക്ക് രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ ഏകദേശം തീർച്ചയായും സൗത്ത് ചൈന കടലിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന് തന്നെ ഏകദേശം തീർച്ചയായി കഴിഞ്ഞു. അത് നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ അത് പതിയെ ആൻഡമാനിന് മുകളിലൂടെ നീങ്ങിയിട്ട് ഒറീസ, ആന്ധ്ര തീരപ്രദേശങ്ങൾ അടിക്കുന്നതാണ്. നേരത്തെ തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് അടിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതിപ്പോ ഒറീസ, ആന്ധ്ര തീരത്തേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അത് താരതമ്യേന നല്ല വലിപ്പമുള്ള ഒരു ചുഴലിക്കാറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പെക്യുലിയാരിറ്റി, ഈ ബേ ഓഫ് ബംഗാളിലെ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ലക്ഷദ്വീപിനടുത്ത് മറ്റൊരു ചുഴലിക്കാറ്റ്, ചെറിയൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കി പോലെ ഒരെണ്ണം. അപ്പൊ അത് ഇപ്രാവശ്യം അതിന്റെ പരിണതി കണ്ടതിൽ നിന്നും ഒരു കാര്യം വിചിത്രമായിട്ട് തോന്നുന്നത്, അതിന്റെ അവശിഷ്ടങ്ങൾ കേരളത്തിന്റെ തീരദേശത്തിലേക്ക് അടിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ചിലപ്പോൾ ഈ 3 ചുഴലിക്കാറ്റുകൾ ഒരുമിച്ചുണ്ടാകുമ്പോഴുള്ള കാലാവസ്ഥയുടെ പ്രതിഭാസത്തിന് മാറ്റങ്ങളായിരിക്കാം ചിലപ്പോൾ അതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ എന്തായാലും അത്തരത്തിലുള്ള വലിയ ന്യൂനമർദ്ദ പ്രദേശവും ഒരു ട്രോപ്പിക്കൽ സൈക്ലോണും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കിടേണ്ടതില്ല. അത് കേരളത്തിന്റെ ഭാഗത്ത് കയറുമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലേക്ക് അടിച്ചു കയറുമോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ആ രീതിയിൽ സംഭവിക്കാറുള്ളൂ. കാരണം അറബിക്കടലിലെ ചുഴലിക്കാറ്റുകൾ സാധാരണ മധ്യ അറബിക്കടലിലേക്ക് പോവുകയും അത് ഗുജറാത്തിന്റെ തീരത്തോ മഹാരാഷ്ട്രയുടെ തീരത്തോ ഒക്കെ പോയി ആഞ്ഞടിക്കുകയും ചെയ്ത് പിന്നീട് ആഫ്രിക്കൻ തീരത്തേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ഇവിടെ തന്നെ ഉണ്ടായി, ഇവിടെ തന്നെ നാശം വിതയ്ക്കും. ലക്ഷദ്വീപിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കേരളത്തിന്റെ തെക്കൻ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ, എസ്പെഷ്യലി എറണാകുളം, ആലപ്പുഴ, മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും തീരപ്രദേശങ്ങളിലെ ഒരു വളർച്ചയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിണമിക്കും എന്നുള്ളത് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെ പരിണമിക്കുന്നുള്ളത്. ബേ ബംഗാളിലത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. അവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ തുടർച്ചയായിട്ട് നിരീക്ഷിക്കേണ്ടത് അറബിക്കടലിലെ ഒരു മാറ്റമാണ്. ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു, അത് സൈക്ലോണായി മാറുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് 24 മണിക്കൂർ നമുക്ക് നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നമ്മുടെ ഓഖി പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് പരിണമിച്ച് ചുഴലിക്കാറ്റായി മാറിയത്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പൊ അതുകൊണ്ട് ഈ കാലാവസ്ഥാ കേന്ദ്രങ്ങളും മറ്റ് ഏജൻസികളും എല്ലാം ഇത് 24 അവർ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി 25-ാം തീയതി കഴിഞ്ഞതിന് ശേഷമുള്ള കാലയളവ് തെക്കൻ അറബിക്കടലിന് വളരെ വൾണറബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തെക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും നല്ല വൾണറബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ആ ഏജൻസികൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുകയും വേണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.